ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 1ാം ക്ലാസ്സിലേക്കുള്ള പാഠബുക്കാണ് തേൻനിലാവ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസകളിലായിരുന്നു ഈ ബുക്ക് 1ാം ക്ലാസ്സിനുണ്ടായിരുന്നത്. ഈ വർഷം പല സ്ഥലങ്ങളിലും, കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മദ്രസയിലെ ബുക്ക്, ഇസ്ലാമിക് എഡ്യൂക്കേഷനിൻ്റെ കീഴിൽ മദ്രസയിലെ ബുക്കുകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഈ സ്കൂൾ സിലബസ് പ്രകാരമുള്ള ഈ ബുക്കാണ് അവരും തുടർന്ന് പോകുന്നത്. പാഠഭാഗങ്ങളൊക്കെ കുട്ടികൾക്ക് പഠനഭാരം കുറച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ സിലബസ് പ്രകാരം ഈ ബുക്കിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ 1ാം ക്ലാസ്സിൻ്റെതാണ് നമ്മൾ തേൻനിലാവ് എന്ന 1ാം ക്ലാസ്സിൻ്റെ പാഠബുക്കാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ അവർക്ക് തദ്രീബു തിലാവ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബുക്കും കൂടെ ഉണ്ട്. അതിൻ്റെ ദഫ്തർ തോലിബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വർക്ക് ബുക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ലഭിക്കാൻ പ്ലേലിസ്റ്റ് അയച്ചു തരാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പേരുകളൊക്കെ കൊടുത്തത്. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഈ ബുക്ക് ഉണ്ടായിരുന്നത്, അതുകൊണ്ടായിരുന്നു ആ പേര് കൊടുത്തത്. അപ്പോൾ ഇനി മദ്രസ ബുക്കുമായിട്ട് ഇത് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ തേൻനിലാവ്, ഇതിലെന്താണ്, ഈ പാഠബുക്കിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്? ഇസ്ലാമിക സ്വഭാവവും സംസ്കാരവും വളർത്തിയെടുക്കുന്നതിന് സഹായകപരമായ ഓരോ കാര്യങ്ങളാണ് നമ്മളെ ഈ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. കുട്ടികളിൽ മതധാരണകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഇതിലുള്ള പാട്ടുകൾ എന്താണ്, എഴുതി പഠിക്കാനുള്ളതൊന്നുമല്ല, അത് ആവർത്തിച്ച് പാടി പഠിക്കാം. അപ്പം അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ പറയാനും കഴിയണം. പിന്നെ അതിൽ വരുന്ന ഓരോ ദുആകളും ദിക്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കുട്ടികൾ പഠിച്ച് അവസരത്തിനനുസരിച്ച് പ്രാവർത്തികമാക്കാനാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇത് മലയാളത്തിലുള്ളത് കൊണ്ട് പാടി പഠിച്ചാൽ മതി, എഴുതുകയൊന്നും വേണ്ട. അപ്പോൾ 1ാമത്തെ പാഠം വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ തേൻനിലാവിൽ പാടാനും പറയാനും വായിക്കാനും പിന്നെ കഥകളും ദിക്റുകളും ഒക്കെയാണ് ഉള്ളത്. അതൊക്കെ ഓരോ അവസരത്തിനനുസരിച്ച് കുട്ടികൾ മനസ്സിലാക്കി പഠിക്കുക. ദിക്റുകളൊക്കെ അവസരത്തിനനുസരിച്ച് പറയാനൊക്കെ പ്രാവർത്തികമാക്കാനൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് 1ാമത്തെ പാഠം വരുന്നത്. നമുക്കിതൊന്ന് വായിക്കാം. എന്താണ്? മഴ പെയ്തു, ചെടികൾ മുളച്ചു, പൂക്കൾ വിരിഞ്ഞു, സൂര്യനുദിച്ചു, പൂമ്പാറ്റകൾ പറന്നെത്തി, ഭംഗിയുള്ള ഭൂമി. രാത്രിയായി, അമ്പിളി തെളിഞ്ഞു, നക്ഷത്രങ്ങൾ തിളങ്ങി, ചന്തമുള്ള ആകാശം. ആരാണ് ഇതൊക്കെ പടച്ചത്? എല്ലാം പടച്ചത് അല്ലാഹു ആണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു. നമുക്ക് മനസ്സിലുറപ്പിച്ച് പറയാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്നത് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. അപ്പോൾ ആ രീതിയിൽ ഇതെല്ലാവരും എഴുതി പഠിക്കണം, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. എന്താണ്? മഴ പെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ്? ചെടികൾ മുളച്ചു, അതാരാണ്? പൂക്കൾ വിരിഞ്ഞു, സൂര്യനുദിച്ചു, പൂമ്പാറ്റകൾ പറന്നെത്തി, ഭംഗിയുള്ള ഭൂമി. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു ആണ്.
ഈ ഭൂമിയിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? എല്ലാം പടച്ചത് ആരാണ്? അള്ളാഹു ആണ്. രാത്രിയായാൽ അമ്പിളി തെളിയുന്നു മാനത്ത്, നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, നല്ല ചന്തമുള്ള ആകാശം നമുക്ക് കാണാം അല്ലേ? നക്ഷത്രവും അമ്പിളിയും ഒക്കെ ഉള്ള നല്ല ചന്തമുള്ള ആകാശം, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. അപ്പോൾ ഇതൊക്കെ പടച്ചത് ആരാണ്? അമ്പിളിയും നക്ഷത്രങ്ങളും സൂര്യനെയും പൂമ്പാറ്റയെയും ചെടികളും പൂക്കളും ഈ ഭംഗിയുള്ള ഭൂമിയൊക്കെ പടച്ചത് ആരാണ്? അള്ളാഹു ആണ്. എല്ലാം നിയന്ത്രിക്കുന്നത്, ഭൂമിയിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് ആര്? അള്ളാഹു. അപ്പോൾ നമുക്ക് അള്ളാഹു എന്ന് എഴുതാൻ പഠിക്കണം അതിൽ. പിന്നെ നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇത് നോക്കി വായിച്ച് പഠിക്കാം. മനസ്സിലായില്ലേ? അക്ഷരങ്ങൾ 1-ാം ക്ലാസ്സിലാണ് മലയാള അക്ഷരങ്ങളൊക്കെ പഠിച്ച് നമുക്കിതിങ്ങനെ നോക്കി വായിക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനഃപ്പാഠമായിട്ടാണ് വരിക. അപ്പോൾ അവരോട് ഏതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും എല്ലാം പടച്ചതാര് എന്ന രീതിയിൽ ചോദിച്ചാലൊക്കെ അവർക്ക് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിൽ അവർ ബൈ ഹാർട്ടാക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഭൂമിയും അതിലുള്ളതൊക്കെ പടച്ചത് അള്ളാഹു ആണ്. അടുത്ത എന്താണ് നമുക്ക് വരുന്നത്? അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്ത് പഠിപ്പിക്കണം, എങ്ങനെയാണ് എക്സാം വരിക എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിന് താഴെ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഇടാം. അപ്പോൾ അത് കഴിഞ്ഞ വർഷം തേനിലാവിൻ്റെ എക്സാം നടത്തിയതിൻ്റെ ലിങ്കുകൾ അതിൽ കാണും. അപ്പോൾ നിങ്ങൾക്കതിൽ നോക്കിയാൽ ചോദ്യപേപ്പർ മനസ്സിലാക്കാം. ആ രീതിയിൽ നിങ്ങൾ കുട്ടികളെ ഓരോ പാഠത്തു നിന്നും പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുക. ഇനി എന്താണ്? അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി വരുന്നത് നോക്കൂ. നസ്തമയോ വനക്കൂലു. എന്താണ് ഇത്? കേൾക്കുക, എന്നിട്ട് അത് പറയാനാണ് പറയുന്നത്. അപ്പം എന്താണ്? അല്ലാഹു തആല, അത് എല്ലാവരും പറഞ്ഞു പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ അതൊക്കെ നോക്കി വായിക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഇനി നെക്കൂലു. എന്താണ് നെക്കൂലു എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇത് ചേർത്ത് പറയാം. എന്താണ്? അല്ലാഹു തആല ആകാശം പടച്ചു, അല്ലാഹു തആല സൂര്യൻ പടച്ചു, അല്ലാഹു തആല അമ്പിളി പടച്ചു, അല്ലാഹു തആല നക്ഷത്രം പടച്ചു, അല്ലാഹു തആല ചെടികൾ പടച്ചു. അപ്പോൾ അതങ്ങനെ അല്ലാഹു തആല പടച്ചതാണ് എന്തൊക്കെ? ആകാശം, സൂര്യൻ, അമ്പിളി, നക്ഷത്രം, ചെടികൾ. മനസ്സിലാക്കുക. ഇനി നുജിബ് ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. അപ്പോൾ ഇതുപോലെ എക്സാമിന് ചോദ്യം വരും, പൂക്കൾ പടച്ചത് ആര്? അപ്പോൾ ഇത് എഴുതൊന്നും വേണ്ട, മനസ്സിലാക്കാം. പൂക്കൾ പടച്ചത് ആര്? ആരാണ്? അല്ലാഹു തആല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വേർഡ്സുകളൊക്കെ നമ്മൾ എഴുതാൻ പഠിക്കണം കേട്ടോ, അല്ലാഹു തആല എന്ന്. അപ്പോൾ പൂക്കൾ പടച്ചത് ആര്? അല്ലാഹു തആല. ചെടികൾ മുളപ്പിക്കുന്നത് ആര്? അല്ലാഹു തആല. സൂര്യനെ പടച്ചത് ആര്? അല്ലാഹു തആല. ചന്ദ്രനെ പടച്ചത് ആര്? അല്ലാഹു തആല. നക്ഷത്രങ്ങളെ പടച്ചത് ആര്? അല്ലാഹു തആല. ആകാശം പടച്ചത് ആര്? അല്ലാഹു തആല. ഭൂമി പടച്ചത് ആര്? അല്ലാഹു തആല. എല്ലാം നിയന്ത്രിക്കുന്നത് ആര്? അപ്പോൾ അല്ലാഹു തആല. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഇതിൽ നിന്ന് അല്ലാഹു തആല എന്നാണ് ഉത്തരം. അപ്പം എല്ലാം നിയന്ത്രിക്കുന്നത് ആര്? നമ്മുടെ ഈ ഭൂമിയും അതിലുള്ള എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണെന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കണം. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്ന് എഴുതാൻ പഠിക്കണം. അപ്പോൾ ഇതുപോലൊക്കെ എക്സാമിന് വരും കേട്ടോ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പഠിക്കുക. അല്ലാ ഇലാഹ കണ്ടില്ലേ? അതുപോലെ അവിടെ ചേർത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ എത്രയാണ് 1-ാമത്തെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.